കോഴിമുട്ടയായിട്ട് എന്താ പരിപാടി എന്നല്ലേ? അതെ, അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഇനി മുട്ട ബജ്ജി ലവേഴ്സ് ഇവിടെ ഉണ്ടാവും, ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കോളൂ കേട്ടോ. കാണുന്നില്ല എങ്കിലും കമന്റ് ഇട്ടാലും മതി. അപ്പോഴേ നമ്മള് ഇന്ന് മുട്ട ബജ്ജിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ ഇത്ര പ്രത്യേകത എന്ന്. അതെ, വളരെ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യം ഞാൻ പറയട്ടെ. നമ്മള് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബജ്ജികളിലൊക്കെ അവര് ഏത് ദിവസത്തെ എണ്ണയാണ്, അവര് ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാവോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ അധികം റിസ്ക് എടുക്കാറില്ല. പക്ഷെ കഴിക്കില്ല എന്നല്ല, വല്ലപ്പോഴും കഴിച്ചാലായി, അത് തന്നെ. പിന്നെ ഈ വക സാധനങ്ങൾ ഉണ്ടാക്കാൻ അത്ര സമയം വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് വീട്ടിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ മുട്ട പുഴുങ്ങായിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. ഇനി ഈ കടലമാവിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാക്കി നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട രണ്ടായിട്ട് പകുതിയാക്കിയിട്ട് ഈ ഒരു മാവിലേക്ക് മുക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുത്താലുണ്ടല്ലോ സംഭവം സെറ്റ്. പിന്നെ